നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. ഷോക്കേറ്റ വിദ്യാർത്ഥികൾക്ക് രക്ഷകനായി എത്തിയത് 5ാം ക്ലാസ് വിദ്യാർത്ഥി. വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് സുഹൃത്തുക്കൾക്ക് ഷോക്കേറ്റത്. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് സിദാനാണ് സുഹൃത്തുക്കളെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. മുഹമ്മദ് സിദാനൊപ്പം 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. മുഹമ്മദ് റാജിഹും ഷഹജാസുമാണ് സിദാനൊപ്പം ഉണ്ടായിരുന്നത്. ഇതിൽ റാജിഖ് തട്ടിക്കളിച്ചിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വീഴുകയായിരുന്നു. തുടർന്നാണ് ഈ ബോട്ടിൽ പറമ്പിൽ നിന്ന് എടുക്കുവാനായി മതിലിൽ കയറിയത്. അപ്പോഴാണ് കാൽ വഴുതി തൊട്ടടുത്തുള്ള വൈദ്യുതി തൂണിൽ പിടിക്കുന്നത്. ഫ്യൂസ് കാരിയറിന്റെ ഇടയിൽ കൈ കുടുങ്ങിയാണ് റാജിഹിന് ഷോക്കടിച്ചത്. താഴേക്ക് തൂങ്ങിക്കിടന്ന് പിടയുന്നത് കണ്ട് കാലിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് ഷഹജാസിനെയും ഷോക്കടിച്ചത്. തുടർന്നാണ് മുഹമ്മദ് സിദാൻ സംയോജിതമായി ഇടപെട്ടത്. തൊട്ടടുത്ത് കിടന്നിരുന്ന ഉണങ്ങിയ കമ്പ് കൊണ്ട് റാജിഹിനെ സിദാൻ തട്ടിമാറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് മുഖത്തും കൈകൾക്കും പൊള്ളലേറ്റ റാജിഹിനെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും പിന്നീട് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചാണ് ചികിത്സ നൽകിയത്. മുഹമ്മദ് സിദാൻ വീട്ടിൽ ഇതിനു മുൻപ് ഒരാൾക്ക് ഷോക്കേറ്റപ്പോൾ ഉണങ്ങിയ വടി കൊണ്ട് തട്ടിമാറ്റുന്നത് കണ്ടിരുന്നു. ഈ അറിവാണ് സിദാനെ ഇപ്പോൾ സഹായിച്ചത്. കല്ലായത്ത് ഉമ്മർ ഫാറൂഖിന്റെയും ഫാത്തിമ സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ. കൂട്ടുകാരെ രക്ഷിക്കാൻ 10 വയസ്സുള്ള സിദാൻ മുന്നിട്ടിറങ്ങിയതറിഞ്ഞ് പല കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂളിൽ നടന്ന ചടങ്ങിലും PTA യിലും സ്റ്റാഫ് കൗൺസിലും സിദാനെ അനുമോദിച്ചു.